നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ പേർ വെളിപ്പെടുത്തലുകളുമായി രംഗത്തു വരികയാണ്. മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കിയാണ് കൂടുതൽ പേരും ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ നടത്തുന്നത്. ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ രഞ്ജിത്തിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ വരുമ്പോൾ പദവി ഒഴിയാൻ സർക്കാർ ആവശ്യപ്പെട്ടതായി സൂചനകൾ വരുന്നു. ഞെട്ടിക്കുന്ന ചൂഷണ വിവരങ്ങൾ പുറത്തു വന്നിട്ടും കേസെടുക്കാതെ ഒളിച്ചു കളിക്കുകയാണോ സംസ്ഥാന സർക്കാർ? സ്ത്രീ സംരക്ഷണം പറയുന്ന സർക്കാർ യഥാർത്ഥത്തിൽ ആർക്കൊപ്പമാണ്? ഭയം വേട്ടക്കാർക്കോ സർക്കാരിനോ? ന്യൂസ് ഈവനിംഗ് തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. നടി ശ്രീലേഖ മിത്രയുടെ ഗുരുതര വെളിപ്പെടുത്തലിന് പിന്നാലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി ഒഴിയാൻ സംവിധായകൻ രഞ്ജിത്തിനോട് സർക്കാർ ആവശ്യപ്പെട്ടതായി സൂചനകൾ വരുന്നു. വിഷയത്തിൽ ഇടപെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാംസ്കാരിക വകുപ്പിനോട് രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടതായി ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വയനാട്ടിലുള്ള രഞ്ജിത്ത് വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക പദവി സംബന്ധിച്ച ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട്. വിവരങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും. ഷഫീദ്, സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സ്വീകരിച്ച ഒരു സമീപനം പരാതിക്കാരുണ്ടാകട്ടെ, അപ്പോൾ കേസെടുത്ത നടപടികളിലേക്ക് കടക്കാമെന്നാണ്. ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ അല്ലെങ്കിൽ ശ്രീലേഖ മിത്രയുടെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ രഞ്ജിത്തിനെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ സർക്കാർ ആലോചിച്ചു തുടങ്ങിയോ? അതിന്റെ ഭാഗമാണോ രഞ്ജിത്തിന്റെ ഔദ്യോഗിക കാറിൽ നിന്ന് ആ ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട്? കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ എന്ന ബോർഡ് മാറ്റിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു സമ്മർദ്ദമാണ് ഈ രഞ്ജിത്തിനെതിരെയുള്ള ശ്രീലേഖ മിത്രയുടെ ആരോപണം. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മതിയായ തെളിവുകളില്ല, പേരുവിവരങ്ങളില്ല, അതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല, ആരും പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ തന്നെ ഒരു ആരോപണം ഉയർന്നു. അത് ഒരു ബംഗാളി അഭിനേത്രിയായിട്ടുള്ള ശ്രീലേഖ മിത്രയാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷം അവരുടെ ആരോപണം ഇന്നലെ 24 പുറത്തുവിട്ടതിന് ശേഷം ഇത്രയും മണിക്കൂർ രഞ്ജിത്തിന്റെ രാജി, അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു. പ്രതിപക്ഷത്തിനപ്പുറം ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ഇടതു മുന്നണിയിലെ ചില വനിതാ നേതാക്കളടക്കം രഞ്ജിത്ത് ആ സ്ഥാനത്ത്, ഇതിൽ അന്വേഷണം നടക്കുമ്പോഴടക്കം രഞ്ജിത്ത് ആ സ്ഥാനത്തിരുന്നാൽ അത് ധാർമ്മികമല്ല എന്നുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശ്രീലേഖ മിത്ര നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. അപ്പോൾ ഒരു പരാതി അതല്ലെങ്കിൽ ഒരു ആരോപണവുമായി അവർ മുന്നോട്ട് വന്നാൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർ ഇതുവരെ എടുത്ത നിലപാട് അത് നേരെ വിപരീതമാണ് എന്നുള്ള കാര്യം പുറത്തു വരും. അതടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രഞ്ജിത്തിന്റെ രാജി, അതിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം ഇടപെട്ടു എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, അതായത് രഞ്ജിത്തിനെതിരെ നേരത്തെ തന്നെ ചലച്ചിത്ര അക്കാദമിയിൽ ഉയർന്ന വിവാദങ്ങളും വിമർശനങ്ങളും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതടക്കം പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം എന്നുള്ള വിവരം വരുന്നുണ്ട്. സ്വമേധയാ രഞ്ജിത്ത് രാജിവെക്കട്ടെ, അതല്ലെങ്കിൽ സ്വമേധയാ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കട്ടെ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളൊരു സൂചനയും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വയനാട്ടിലാണ് രഞ്ജിത്ത് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം ഇന്ന് തന്നെ രാജി ഉണ്ടാകും. തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് കടന്നതിന് പിന്നിൽ ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഉയർന്നു വരുന്ന ഈ പ്രതിഷേധങ്ങൾ കാരണമായിട്ടുണ്ടോ ഷഫീദ്? കാരണം ഇന്ന് രാവിലെയും സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് പരാതിക്കാരുണ്ടാകട്ടെ, തെളിവുകൾ എവിടെ എന്നൊക്കെയാണ്. അങ്ങനെ പരാതിയും തെളിവുകളും ഒക്കെ ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്ന വിവരം സാംസ്കാരിക വകുപ്പ് തന്നെ രഞ്ജിത്തിനോട് സ്വമേധയാ സ്ഥാനമൊഴിയാൻ ആവശ്യപ്പെട്ടു എന്ന നിലയ്ക്കാണല്ലോ. ഗോപിനാഥ്, ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ മണിക്കൂറുകളിലാകെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരുന്നു. മാത്രവുമല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതൊരു നിയമ നടപടിയായി വന്നു കഴിഞ്ഞാൽ നടപടി എടുത്തേ പറ്റൂ. പ്രത്യേകിച്ച് അത് ഇത്രയധികം ചർച്ചയായി കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്തിനെ ഇനി സംരക്ഷിക്കുക അത് സാധ്യമല്ല എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാർ തന്നെ വ്യക്തമാണ്. പ്രതിപക്ഷം ഇതിനോടകം തന്നെ പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സജി ചെറിയാന്റെ വീണ്ടും മുൻപുള്ള പ്രതിഷേധമുണ്ട്, മറ്റു പ്രതിഷേധങ്ങൾ ഉയരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു ധാർമ്മികമായ പ്രശ്നമുണ്ട് അതിലെന്നുള്ള ആക്ഷേപം വരുന്നു. സർക്കാരിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഒരു നിയമ നടപടി എടുക്കണമെങ്കിൽ സ്വാഭാവികമായും ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് രഞ്ജിത്ത് തുടരുന്നത് അത് തലവേദനയാകും. അതല്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ നയം നിലപാടിനെ ഇരട്ടത്താപ്പായി വിശേഷിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിൽ അത് ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായി ഇങ്ങനെ ഇടപെടലിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുള്ളതും. ഗോപികൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ സ്വമേധയാ രാജിവെക്കുന്ന നിലയിലായിരിക്കുമോ രഞ്ജിത്ത് ഈ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ പോകുന്നത്? അതായത് താൻ ഇങ്ങനൊരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പദവി ഒഴിയുന്നു, പദവിയിൽ തുടരുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് പദവി ഒഴിയുന്നു എന്ന് പ്രതികരിച്ചുകൊണ്ട് രഞ്ജിത്ത് രാജിവെക്കുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക?
ഗോപി, ഒരുപക്ഷെ അതിനായിരിക്കാം സാധ്യത കൂടുതൽ. പക്ഷേ നമുക്ക് ആ നീക്കം എന്താണെന്ന് അറിയില്ല. ഇന്ന് തന്നെ ആ രാജിയിലേക്ക് കടന്നേക്കും എന്നുള്ളതാണ് നമുക്ക് സൂചനകളായി, സ്ഥിരീകരിച്ച സൂചനകളായി പുറത്തു വരുന്ന വിവരം. പക്ഷേ അതൊരു സർക്കാർ സംവിധാനമാണ്, അവർ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരിച്ച വിവരം പറയേണ്ടതും. പക്ഷേ അങ്ങനെ തന്നെയാണ്, അങ്ങനെ ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയധികം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇത്രയധികം നാണക്കേടുണ്ടാക്കിയൊരു വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആരെയും സംരക്ഷിക്കേണ്ട നിലപാട് ഒരുപക്ഷെ സർക്കാർ ഇനി സ്വീകരിക്കില്ല. കാരണം അത്രത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രതിക്കൂട്ടിലായി. അത് 5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിപ്പിച്ചത് മുതൽ പലതരത്തിലുള്ള കാര്യങ്ങൾ, ഇന്ന് ഗോപി സൂചിപ്പിച്ചത് പറഞ്ഞ രാവിലെ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പക്ഷേ തൊട്ടടുത്ത മണിക്കൂറിൽ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കില്ല, അവർക്കെതിരെ നടപടിയെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ അക്കാര്യത്തിൽ നിലപാട് മാറ്റി എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് വ്യക്തമായ കാര്യമാണ്. പക്ഷേ ഒരു പടി കൂടി കടന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു നിലപാടിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവി ഇന്ന് തന്നെ ഒഴിയാനുള്ള സാഹചര്യം ഉണ്ട് എന്നതാണ്. രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന വിവരങ്ങൾ വരുന്നു. സർക്കാർ സാംസ്കാരിക വകുപ്പ് രഞ്ജിത്തിനോട് സ്വമേധയാ രാജിവെച്ച് ഒഴിയാൻ ആവശ്യപ്പെട്ടതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക ചൂഷണ പരാതികൾ ഉയർന്നു വന്നിരിക്കുന്ന, ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. ഇക്കാര്യത്തിൽ സജി ചെറിയാൻ അവസാനം അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, കുറ്റക്കാരുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കാൻ സർക്കാർ ഒരിക്കലും ശ്രമിക്കില്ല എന്നതായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നു. ഇന്ന് തന്നെ കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് ഒഴിഞ്ഞേക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ നൽകുന്നത്. സൂചനകൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയാണ് ബംഗാളി ചലച്ചിത്ര താരം ശ്രീലേഖ മിത്ര തനിക്ക് ഉണ്ടായ ദുരനുഭവം, കേരളത്തിൽ മലയാള സിനിമയിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ തനിക്കുണ്ടായ ദുരനുഭവം വിശദീകരിച്ചുകൊണ്ട് 24-ൽ പ്രതികരിച്ചത്. അതിനെ തുടർന്ന് പിന്നീട് രഞ്ജിത്ത് ഒരു വിശദീകരണം 24-ൽ നൽകിയിരുന്നു. ഇപ്പോൾ രഞ്ജിത്തിനെതിരായിട്ടുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. കേരള ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ പദവിയിൽ നിന്ന് സംവിധായകൻ രഞ്ജിത്തിന് ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. സംസ്ഥാന സർക്കാർ ഈ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് എടുത്തിരിക്കുന്നു. രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ് എന്ന സൂചനകൾ വരുന്നു. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നിരവധി പേർ ഇപ്പോൾ അവരുടെ വെളിപ്പെടുത്തലുകളുമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ ചുവട് പിടിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിൽ അമ്മ ശക്തമായ ഇടപെടൽ നടത്തണം എന്നാണ് നടി ഉർവശി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരല്ല, ആദ്യം നടപടിയെടുക്കേണ്ടത് അമ്മ എന്ന സംഘടനയാണ്. സിദ്ദിഖിന്റെ ഒഴുക്കൻ മറുപടി ശരിയായില്ല എന്ന അഭിപ്രായവും ഉർവശിക്കുണ്ട്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആരോപണം ഗൗരവമുള്ളതാണെന്ന് ഉർവശി പറയുന്നു. രഞ്ജിത്ത് മാറി നിൽക്കണമെന്നും ആരോപണത്തിൽ താരസംഘടനയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും ഉർവശി ആവശ്യപ്പെട്ടു. അമ്മ സംഘടന വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് എനിക്ക്. അപ്പൊ ആദ്യത്തെ ഒരു പ്രസ്താവന എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് അങ്ങനെ ഒഴികെ പറയാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ ഇനി അങ്ങോട്ട് അതേ രീതിയിൽ ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല, ഇങ്ങനെയൊന്നും അല്ല, അതങ്ങനെ ഇല്ലായിരിക്കും അങ്ങനെ പറയാം. ഒരു സ്ത്രീ തന്നെ നാണവും ലജ്ജയും കാര്യങ്ങളും എല്ലാം മറച്ച് വിഷമവും മറന്ന് ഒരു കമ്മീഷന്റെ മുമ്പാകെ കൊടുത്ത റിപ്പോർട്ടിന് വലിയ വില കൊടുക്കണം. ചുമ്മാ ആരെങ്കിലും വൈരാഗ്യം തീർക്കാൻ പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രസ് മീറ്റ് വിളിച്ച് പറഞ്ഞാൽ പോലെ ഇതങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനതിന്റെ ആ സ്ത്രീകളുടെ എല്ലാ ഒപ്പം ഞാൻ എന്നും ഉണ്ടാവും. ഇത് എൻ്റെ ഒരു നടി എന്നുള്ള നിലക്കുള്ള നിലപാടാണ്. ഇനി അമ്മയുടെ നിലപാടുകൾ അറിയിക്കണം. ഉടനെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചു കൂട്ടണം. എല്ലാ അംഗങ്ങളുടെ അഭിപ്രായം ആരായണം, നിർദ്ദേശങ്ങൾ, അവർ വെക്കുന്ന നിർദ്ദേശങ്ങൾ കേൾക്കുക, എല്ലാം കൂടി ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും അമ്മയിൽ ഒരു തീരുമാനം ഉണ്ടായേ പറ്റും. ഒരു ആർട്ടിസ്റ്റിനെ അകറ്റി നിർത്താൻ അമ്മ സംഘടനയ്ക്ക് സാധിക്കുമെങ്കിൽ ഈ അവരുമായി സഹകരിക്കുന്നവരുമായിട്ട് അമ്മ മുന്നോട്ട് സഹകരിക്കില്ലെന്ന് പറയാൻ പറ്റുമെങ്കിൽ രക്ഷിക്കാൻ അറിയുന്നവരെ ശിക്ഷിക്കാവും, അല്ലേ? അപ്പൊ ഇതുവരെയുള്ള അമ്മ സംഘടന നിലപാട് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇരയ്ക്കൊപ്പവും അഫക്റ്റഡ് ആയവരിനൊപ്പം അമ്മ സംഘടന നിൽക്കും. അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും. ഇതിനെല്ലാ ഗൗരവവും കൊടുത്ത് തന്നെ സംഘടന മുമ്പോട്ട് നീങ്ങണം. കാരണം എനിക്ക് സർക്കാരിനോട് പറയാനോ കോടതിയോട് പറയാനോ ഒന്നുമല്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടുന്ന സംഘടന എന്ത് നിലപാടെടുക്കുന്നു അത് അറിയണം. അത് വെച്ച് നീട്ടാൻ പറ്റില്ല. കാരണം ഇത് തന്നെ 4.5 കൊല്ലം കഴിഞ്ഞു. എന്നെ കുറിച്ചൊരു കുറ്റം പറഞ്ഞാൽ ആദ്യമായിട്ട് ഞാനായിരിക്കണം പറയേണ്ടത്. എനിക്ക് വേണ്ട, എനിക്ക് അവസ്ഥ ഞാൻ മാറുമെന്ന് ഞാൻ ഇത് നേരിടാം. അതാണ് കൂടുതൽ പക്വത. അതായിരിക്കും കൂടുതൽ ഒരു താൻ തെറ്റുകാരനല്ലെന്ന് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കാം രഞ്ജിത്ത് മാറി നിൽക്കാതിരിക്കുന്നത്. അത്രയും ഉദ്ദേശിച്ചു. ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക്, മാഫിയ, ഇതൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയാം. ഒരാളിനെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ഒതുക്കി നിർത്തുക എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉള്ള പോലെ ഇവിടെയുണ്ട്.
അതിപ്പോ ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിപ്പോ മദർ തെരേസ ആവാൻ പറ്റത്തില്ല. അതുണ്ടാവും. പല നടിമാരും അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ്. അക്കൂട്ടത്തിൽ തുറന്നു പറഞ്ഞ ഒരു നടിയായിരുന്നു ഉഷ ഹസീന. ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. സർക്കാർ അത് ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം. സാംസ്കാരിക വകുപ്പും അത് ചെയ്തു തരും എന്ന് തന്നെയാണ് ഞാൻ തുടക്കം മുതൽ പറയുന്നുണ്ട്. ഇടപെടണം സർക്കാരും സാംസ്കാരിക വകുപ്പും ഇനിയുള്ള കാര്യങ്ങളിൽ ശക്തമായിട്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഒരു എന്താ പറയുക മാനദണ്ഡം എല്ലാത്തിനും ഒരു ചിട്ടവട്ടം ഉണ്ടാക്കണം. അവരുടെ ഇടപെടലുകൾ ഉണ്ടാകണം. അത് കുറച്ച് നാളിന് മുമ്പ് തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. അത് പരാതി കൊടുത്തില്ലെങ്കിൽ എനിക്കതിൻ്റെ നിയമവശമൊന്നും അറിയില്ല. പരാതി കൊടുത്തില്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ പരാതി കൊടുക്കാതെ അവരൊരു കേസെടുത്തു, എൻ്റെ എന്തോ ഒരു ബൈറ്റോ ഒക്കെ വെച്ച് കേസെടുത്തു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് മാറിയാൽ എങ്ങനെ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നത്? വാദി പ്രതിയാവുന്ന അവസ്ഥ ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു കേട്ടോ, ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പരാതി കൊടുക്കാൻ എന്തിനാണ് ഇവർ മടിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ധൈര്യപൂർവ്വം ആ പെൺകുട്ടികൾ, പല പെൺകുട്ടികളും സോഷ്യൽ മീഡിയയിലൂടെ അവർ പ്രതികരിച്ചിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവർ ലീഗലായിട്ട് പരാതി കൊടുക്കാൻ മടിക്കുന്നത്? അവർ മുമ്പോട്ട് വരണം, അവർ പരാതി കൊടുക്കണം. ഇനി ഏത് ഉന്നത സ്ഥാനത്തുള്ള ആൾക്കാരാണ് അവർക്ക് അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളതെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം. അതിന് സർക്കാരും സാംസ്കാരിക വകുപ്പൊക്കെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ാണ് മാധ്യമങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ന്യൂസ് ഈവനിംഗ് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, പരാതിക്കാരുണ്ടെങ്കിൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയൂ, നിയമപരമായ നടപടികളിലേക്കും കേസിലേക്കും ഒക്കെ കടക്കാൻ കഴിയൂ എന്ന നിലപാട് സർക്കാർ ആവർത്തിക്കുകയാണ്. അതേസമയം തന്നെ മറുഭാഗത്ത് നിന്ന് കൂടുതൽ പേർ അവർ നേരിട്ട മോശം അനുഭവങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് മലയാള സിനിമയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നിലപാടുകൾ മാറ്റേണ്ടി വരില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടും ഗുരുതരമായ ഇത്തരം ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടും വേട്ടക്കാർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മടിക്കുന്നത്? ഈ യഥാർത്ഥത്തിൽ ഭയമാർക്കാണ്? വേട്ടക്കാർക്കാണോ സർക്കാരിനാണോ എന്നതാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കുന്നത്. നടൻ തിലകന്റെ മകൾ ശ്രീമതി സോണിയ തിലകൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അതിഥിയായി. WCC അംഗവും അധ്യാപികയുമായ ശ്രീമതി ആശ അച്ചി ജോസഫ് നമ്മളോടൊപ്പം ഉണ്ട്. ഇടത് നിരീക്ഷകൻ ശ്രീ റിജി ലൂക്കോസ്, രാഹുൽ ഈശ്വർ നിരീക്ഷകൻ എന്നിവരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീമതി സോണിയ, ഇപ്പോൾ ഒരുപാട് പേർ അവർക്കുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ദുരനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷെ അതിൽ ആദ്യം വന്നയാൾ ശ്രീമതി സോണിയ താങ്കളാണ്. താങ്കൾ ആദ്യം പറഞ്ഞു അച്ഛന് സിനിമയിൽ നേരിട്ട പല പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ മകളെന്ന നിലയിൽ സിനിമയിൽ വന്ന ഒരാളല്ലാഞ്ഞിട്ട് പോലും താങ്കൾക്ക് മോശം അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു. ശ്രീമതി സോണിയ, സർക്കാർ പറയുന്നു പരാതിക്കാരുണ്ടാകട്ടെ, പരാതിയുമായി വന്നാൽ നടപടിയെടുക്കാം എന്ന്. സർക്കാരിൻ്റെ ഈ ഉറപ്പ് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരു പരാതിക്കാരി ഉണ്ടായാൽ അതിനെതിരെ ഒരു നടപടി എടുക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിന്റെ ചുമതലയാണ്. അത് ഏത് സർക്കാരായാലും സ്റ്റേറ്റാണ് ആ വ്യക്തിക്ക് വേണ്ടി വാദിക്കേണ്ടത്. പറഞ്ഞോളൂ. ഇപ്പൊ ഇത്രയും നാള് ഒരു നടപടികളും എടുക്കില്ല എന്നൊരു സ്റ്റേജിലായിരുന്നല്ലോ. ഇപ്പൊ അത് പതുക്കെ ആദ്യം കുറച്ച് പേജുകൾ വരുന്നില്ലായിരുന്നു, ഇപ്പൊ ആ പേജുകൾ വന്നു. ഇനിയും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ശ്രീ രഞ്ജിത്തിനെതിരെയുള്ള പരാതിയിൽ വലിയൊരു പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇഷ്യൂവിൽ അവരുടെ ഒരേ ചിന്താഗതിയാണ്. രാഷ്ട്രീയ ഭേദം മന്യേ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ പ്രതികളല്ല കുറ്റാരോപിതരെല്ലാവരും തന്നെ അവരുടെ പേരുകൾ പുറത്തു വരട്ടെ എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തിൽ ഇതിലാണ് എല്ലാവരും ഈ വാർത്തയെ നോക്കിക്കാണുന്നത്. അപ്പോൾ തന്നെ സർക്കാർ ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിൽ വൈകിക്കുമ്പോൾ അത് ഈ പൊതുജനങ്ങളുടെ ഒരു മൊറാലിറ്റിയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. കാരണം ഞാനൊരു കുറ്റം ചെയ്താൽ പിറ്റേ ദിവസം എന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കുമ്പോൾ ഇതുപോലുള്ള പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സിനിമയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ കിട്ടുന്ന ആ പ്രിവിലേജ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് കിട്ടുന്നത് മറ്റൊരു നീതിയും എനിക്ക് വേറൊരു നീതിയും അല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അജിറ്റേഷൻ ഉണ്ട്.
അത് ഇപ്പൊ അതൊരു വളരെ വലിയൊരു റവല്യൂഷൻ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതിലൊരു ഉചിതമായ നടപടി എടുക്കുന്നതിലൂടെ സർക്കാരിന് ഒരു പൊൻതൂവൽ കിരീടത്തിൽ വെക്കാമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശ്രീമതി പിന്നെ സോണിയ, സർക്കാരിന് ഒരു താങ്കൾ തീരുമാനം സംസാരിച്ചപ്പോൾ എടുക്കാൻ താങ്കൾക്ക് ബുദ്ധിമുട്ട് തന്നെ വരുന്ന ഉണ്ടായ ഒരു സമയത്താണല്ലോ മോശം നമുക്ക് അനുഭവത്തെ കുറിച്ചൊക്കെ ജുഡീഷ്യറിയുടെ പറഞ്ഞല്ലോ. അന്ന് പക്ഷെ താങ്കൾ പരാതിപ്പെട്ടില്ല. ഇനിയും പരാതിപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ വിഷയം എനിക്ക് പരാതിപ്പെടണമായിരുന്നെങ്കിൽ ആ അച്ഛൻ ആ വിഷയം ഉണ്ടാവുന്ന സമയത്ത് തന്നെ എനിക്ക് പരാതിപ്പെടാമായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അല്ലാതെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നതുകൊണ്ടൊന്നും അല്ല ഞാൻ പരാതിപ്പെടാഞ്ഞത്. ഒരു സ്ത്രീയോട് മോശമായിട്ട് സംസാരിച്ചാൽ പോലും, അതായത് ആക്ഷൻ കൊണ്ടോ, വെർബൽ ഓർ നോൺ വെർബൽ എന്ന വാക്കുണ്ട്, അല്ലാതെ നമ്മുടെ ദേഹത്ത് തൊടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്കൊരു പരാതി കൊടുക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇഷ്യൂ അതെന്താണെന്നുള്ളത് തിരിച്ചറിയാനും എൻ്റെ നേരെ വരുന്ന ഇത് വഴിമാറി പോകുന്നുവോ എന്നുള്ള സമയത്ത് തന്നെ എനിക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പുറത്തേക്ക് വന്ന് ഈ പരാതി കൊടുക്കാൻ പേടിക്കുന്നതെന്നുള്ള കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും പേരുടെ മൊഴികൾ ഇപ്പോഴും രഹസ്യമായിട്ടിരിക്കുന്നത്, ഇവരുടെ പേരുകളും രഹസ്യമാക്കി വെച്ചിരിക്കുന്നതും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റി. അതോടെ അത് തീർന്നു. പിന്നെ എനിക്ക് ആ സൈഡിൽ നിന്ന് ഒരു ശല്യം ഉണ്ടാക്കാതെ വരുമ്പോൾ കൂടുതൽ സ്ത്രീകളും അത് ഇനി അതിന്റെ പുറകെ പോണ്ട എന്നുള്ള ഒരു ഇതിലാണ് തന്നെയാണ് ഞാനത് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ ഞാനത് ഈ അവസരത്തിൽ ഒന്ന് പറയാൻ കാര്യം ഇതിനകത്ത് സഫർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. അതെനിക്ക് മനസ്സിലായി ശ്രീമതി സോണി. ഇപ്പോൾ താങ്കളോട് അങ്ങനെ മോശമായി പെരുമാറിയത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. താങ്കളോട് അങ്ങനെ മോശമായി പെരുമാറിയത് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ പലപ്പോഴും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ താങ്കൾ അവിടെ താങ്കൾക്ക് ഇടപെടാൻ പറ്റി, അത് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി, നിർത്താൻ കഴിഞ്ഞു. പക്ഷെ പല ആളുകളും ഈ മറുഭാഗത്തു നിന്ന് ശല്യം ചെയ്യുന്നയാൾ, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അത് പ്രമുഖ നടനായിരിക്കാം, സംവിധായകനായിരിക്കാം, നിർമ്മാതാവായിരിക്കാം, വളരെ ഇൻഫ്ലുവൻഷ്യലായി വലിയ സ്വാധീന ശക്തിയുള്ള ആളുകൾ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ പരാതിപ്പെടാൻ പലപ്പോഴും ഈ ചെറിയ താരങ്ങൾ, വനിതാ താരങ്ങൾ, ചലച്ചിത്ര പ്രവർത്തകർ മടിക്കുന്നുണ്ടാകും, പേടിക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഇത്രയേറെ ഒരു പ്രഷർ ഉണ്ടായിട്ട് പോലും ആ പേരുകൾ അല്ലെങ്കിൽ ആ ഖണ്ഡിക പുറത്തു വിടാനോ, ഒരു 20% ആൾക്കാരാണ് ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന. അത്രയും പേർക്ക് ഇപ്പോഴും ആ പവർ ഉള്ളത് കൊണ്ട് തന്നെയല്ലേ ഇപ്പോഴും ചിന്തിക്കുന്നത് അത് പുറത്തു വിടണോ വേണ്ടയോ, എല്ലാവരും അതിലൊരു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം സമൂഹത്തിന്റെ ഒരു താഴെക്കടലുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ജാതകം, അയാൾ 28 കെട്ടിയ വ്യക്തി ആരാണെന്ന് വരെ ഇപ്പൊ പുറത്തു വന്നേനെ. അപ്പൊ ഇങ്ങനെ ഒരു ഉന്നത വ്യക്തികൾക്കുണ്ടാകുന്ന ഒരു പ്രിവിലേജ്, അതാണ് പൊതുജനങ്ങളുടെ മൊറാലിറ്റിയെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പൊതുജനങ്ങളുടെ ഒരു എന്താ പറയാ, അവരുടെ അജിറ്റേഷൻ അത് കാണാതെ പോകരുത്. ഉചിതമായ നടപടി എടുക്കണം. അത് തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ഇപ്പൊ ഒരുപാട് പേര് മൊഴികളുമായിട്ട് പുറത്തേക്ക് വരികയാണ്. അല്ല ശ്രീമതി സോണിയ, ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ സർക്കാർ ഈ കാര്യത്തിൽ ഒരു മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നു. അതായത് പരാതിപ്പെടുമ്പോൾ നടപടിയെടുക്കാം, അത് നിയമ നടപടികളിലേക്ക് പോകട്ടെ, അതിന് സർക്കാരിന് മടിയില്ല എന്നാണ്. ഇങ്ങനൊരു ക്ലോസ് സർക്കാർ വെക്കുന്നതിന് പിന്നിൽ ഈ വേട്ടക്കാരെന്ന് നമ്മൾ കരുതുന്ന പ്രധാനപ്പെട്ട സിനിമയിലെ ഈ സ്വാധീന ശക്തിയുള്ള ഈ പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതാതിരിക്കാൻ പറ്റില്ല. നമ്മൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ മൊഴി ഉണ്ടെങ്കിൽ അതിൽ പരാതി രേഖപ്പെടുത്താം, അല്ലെങ്കിൽ FIR ഇട്ടൊരു കേസ് എടുക്കാം എന്നുള്ള നിയമം നിലനിൽക്കുമ്പോൾ പരാതി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞ് ആ ഒരു റിപ്പോർട്ടിന് നേരെ കണ്ണടയ്ക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ, ഞാൻ ഉൾപ്പെടുന്ന പൊതുജനങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ആ ഒരു താമസം വരുന്നത്, എന്താണ് ഇവരെ ഇതിൽ നിന്നും മാറ്റി നിർത്തുന്നത്? സ്വാഭാവികമായ സംശയമല്ലേ? അതായത് സർക്കാരിന് ഈ പറയുന്നതല്ലാതെ സർക്കാരിന് ഈ കാര്യത്തിൽ ഒരു ആത്മാർത്ഥത ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ ലൈംഗിക ചൂഷണമടക്കം സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ സംബന്ധിച്ച് മൊഴിയും തെളിവുകളുമൊക്കെ ഹേമ കമ്മിറ്റിയുടെ മുൻപിലെത്തിയിട്ടും നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന ശുപാർശയുണ്ടായിട്ടും പരാതിക്കാരുണ്ടാകട്ടെ എന്നിട്ടാകാം നടപടി എന്ന് സർക്കാർ ഒരു നിലപാടെടുക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിലെ പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലേ ശ്രീമതി സോണിയ? സർക്കാരിന് ആത്മാർത്ഥതയില്ല എന്ന് ഞാൻ
പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് സർക്കാരിനെ അങ്ങനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ ഒരു റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് തന്നെ നമ്മുടെ സർക്കാരാണ്. ഈ സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത സർക്കാരാണ്. അപ്പം നമ്മൾക്ക് വേണ്ടി അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അല്ലാതെ അവരെ ആത്മാർത്ഥതയില്ലാന്ന് നമ്മൾ മാറ്റി നിർത്താൻ പറ്റില്ല. സർക്കാരിന് ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരും ഒരു ഡിസിഷനിലേക്ക് വരാൻ. ആ ബുദ്ധിമുട്ടുകൾ എന്താണ് എന്നാണ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് മോശം അനുഭവം ഉണ്ടായപ്പോൾ താങ്കൾ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അത് ആരിൽ നിന്നാണ് ഈ മോശം അനുഭവം ഉണ്ടായതെന്ന് പറയാൻ താങ്കൾ തയ്യാറല്ലല്ലോ. താങ്കൾ പറഞ്ഞിട്ടില്ല ആ പേര്. ഇതുപോലെ ഈ കമ്മിറ്റിക്ക് മുൻപേ പറഞ്ഞിട്ടുള്ള മൊഴികൾ നൽകിയ ആളുകളിൽ പലരും ഒരുപക്ഷെ ഇതൊരു കേസാകും അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാകും എന്നൊക്കെ പറയുമ്പോൾ പേരുകൾ പറയാൻ മടിക്കുന്നവരായിരിക്കും. കാരണം സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പിലാണല്ലോ അവരൊക്കെ മൊഴികൾ നൽകിയത്. അപ്പോൾ താങ്കളെപ്പോലെ തന്നെ താങ്കൾക്ക് മോശം അനുഭവം ഉണ്ടായി, താങ്കൾ അത് അവിടെ വെച്ച് നിർത്തി. പക്ഷെ താങ്കൾ പേര് പറയാൻ തയ്യാറല്ല. ഇതുപോലെ പേര് പറയാൻ ആവാത്തവരുടെ ഒരു ആൾക്കൂട്ടമാകില്ലേ ഈ മൊഴി നൽകിയവരൊക്കെ തന്നെ? അപ്പോൾ ഈ പരാതിയിലേക്ക് കടക്കുമ്പോൾ പരാതി ഇല്ലാതെ സർക്കാർ എന്ത് ചെയ്യും എന്നൊരു പ്രശ്നം വരുമോ? എൻ്റെ വിഷയം പോലെ അല്ല ഇത് സർക്കാർ രൂപീകരിച്ച ഒരു കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പേര് ആ ലിസ്റ്റിലുണ്ട്. എൻ്റെ അടുത്ത് മോശം ഇത് കാണിച്ച വ്യക്തിയുടെ പേര് പറയണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനേക്കാളും വലിയൊരു ഇതാണ് ആ റിപ്പോർട്ടിൽ പേരുകൾ ഉള്ളത്. ആ റിപ്പോർട്ടിലെ പേരുകൾ ആദ്യം പുറത്തു വന്നിട്ട് എന്നോട് പേര് ചോദിക്കുന്നതല്ലേ അതിന്റെ ഒരു രീതി? അതല്ലേ നല്ലത്? അല്ലല്ല, ഞാൻ താങ്കളോട് സോണിയ, താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ താങ്കളോട് പേര് ചോദിച്ചതല്ല. ഞാൻ പറഞ്ഞത് ആ പേര് താങ്കൾ പറയാതിരിക്കുന്നതിനൊരു കാരണമുണ്ടാകുമല്ലോ. അതെന്ത് കാരണവുമാകട്ടെ. അതേപോലെ തന്നെ ഈ പേരുകൾ പറഞ്ഞവരുണ്ടല്ലോ, അവർ ഈ കമ്മിറ്റിക്ക് മുൻപാകെ പറഞ്ഞിട്ടുണ്ടാവുക ഞങ്ങളുടെ ഈ അനോണിമിറ്റി, ഈ സ്വകാര്യത സംരക്ഷിക്കപ്പെടണം എന്നുള്ളതായിരിക്കും. അപ്പോൾ കേസുമായി വരുമ്പോൾ ഈ മൊഴിയിൽ നിന്നവർ ചുവട് മാറിയാൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് ഇരകൾ ചുവട് മാറിയാൽ? അതെ, അതാണ് ഉദ്ദേശം. അതെ. അത് നമുക്ക് ഇത് ആ ഒരു പ്രൊസീജിയർ വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പുകൾ ആദ്യം എടുക്കട്ടെ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്നലെയാണെന്ന് തോന്നുന്നു, ഇന്നലെ ജുബിത എന്ന് പറഞ്ഞൊരു കുട്ടി ശ്രീ ഇടവേള ബാബു ശരീരം ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക്കായിട്ട് പേരെടുത്ത് മൊഴി നൽകിയിട്ട് ആ വ്യക്തിക്കെതിരെ, ആ വ്യക്തി എവിടെയെന്ന് പോലും ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ നേതാവിന് അറിയില്ല, ജനറൽ സെക്രട്ടറിക്ക് അറിയില്ല, ഇതുവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ അർഹനാണോ? അദ്ദേഹം രാജിവെച്ച് വേറെ പണിക്ക് പോകണം. അല്ലാതെ ഈ അംഗങ്ങളിൽ ചില വ്യക്തികൾക്ക് പേര് പുറത്ത് ശക്തമായിട്ട് വന്ന് പറഞ്ഞവരുടെ നേരെ ഒരു ആക്ഷനും ഉണ്ടാകുന്നില്ല. പിന്നെയല്ലേ ഞാൻ ഇതിന്റെ പേര് പറയേണ്ടത്? ശരി. പിന്നെ ഈ പറഞ്ഞ ശ്രീ ഇടവേള ബാബു കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന ഒരു ക്രൈമാണ്. ഒരു സ്ത്രീയെ ഈ ശരീരം ആവശ്യപ്പെടുക എന്ന് പറയുന്നത്, അല്ല ദേഹത്ത് തൊടണമെന്നില്ല. അപ്പൊ ആ വ്യക്തിക്കെതിരെ ഇതുവരെ അമ്മ ഒരു വിശദീകരണം ചോദിച്ചോ? ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണത്തിന് കൊടുക്കുവോ അമ്മ, സംഘടനയുടെ ജനറൽ സെക്രട്ടറി? ഈ പറഞ്ഞ വ്യക്തി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് എൻ്റെ അച്ഛനെ ഒരു 2-3 മാസത്തെ ഇടവേളയിലാണ് പുറത്താക്കിയത്. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് അത് വായിച്ചു നോക്കി അതിന്റെ വിശദീകരണം പോലും തിരിച്ചു തരാതെ ഒരു ദിവസം ഒരു ഡിസിപ്ലിനറി കമ്മിറ്റിയെ ഉണ്ടാക്കി അങ്ങ് പുറത്താക്കി. അതുപോലൊരു ഡിസിപ്ലിനറി കമ്മിറ്റിയെ ഉണ്ടാക്കാൻ ഈ ജുബിത എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞതിന് എതിരെ ഒരു ഇന്റേണൽ അന്വേഷണം എങ്കിലും നടത്താൻ ഇയാളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ അമ്മ സംഘടന ആദ്യം തയ്യാറാവട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സർക്കാരിന്റെ അടുത്ത് ചോദിക്കേണ്ടത്. ശരി. WCC അംഗവും അധ്യാപികമായ ശ്രീമതി ആശ നമ്മളോടൊപ്പം ഉണ്ട്. ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസും ഉണ്ട്. ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്ക് വരും. രാഹുൽ ഈശ്വരൻ അല്പസമയത്തിനകം രാഹുൽ ഈശ്വർ നമ്മളോടൊപ്പം ചേരും. WCC അംഗവും അധ്യാപികയുമായ ഡോക്ടർ ആശ അജിത് ജോസഫ്, ഇടത് നിരീക്ഷകൻ ശ്രീ റെജി ലൂക്കോസ്, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവർ നമ്മളോടൊപ്പം ഉണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. ശ്രീമതി ആശ, എനിക്ക് താങ്കളിൽ നിന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അമ്മ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണത്തെക്കുറിച്ചാണ്. WCCക്ക് എന്തു തോന്നി എന്നാണ് എനിക്ക് അറിയാനുള്ളത്. അതിലൊരു കാര്യം അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു, അതിലെ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കപ്പെടട്ടെ, കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ, അതായത് ഈ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ അംഗങ്ങളുടെ
വെൽഫെയറിന് വേണ്ടിയാണല്ലോ, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയാണല്ലോ, അതുകൊണ്ട് അതൊക്കെ നടപ്പാക്കട്ടെ എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിനോടൊപ്പം 2 വനിതാ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു. താങ്കൾ കണ്ടല്ലോ, ജോമോളൊക്കെ. അപ്പോൾ ജോമോൾ പറയുന്നുണ്ട്, എൻ്റെ കഥയിലൊന്നും ആരും വന്ന് മുട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നു, കണ്ടില്ലേ, ഇവർക്കൊന്നും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്കാർക്ക്. പിന്നെ ഒറ്റപ്പെട്ട ചില 1-2 സംഭവങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാകും, അത് ആ വഴിക്ക് പോകട്ടെ എന്നാണ്. 2006 കൊടുത്തൊരു പരാതി 2018 വീണ്ടും ആ പരാതി അമ്മ എന്ന സംഘടനയുടെ മുന്നിൽ വന്നപ്പോൾ അത് ശ്രദ്ധിച്ചില്ല എന്ന് മറുപടി പറഞ്ഞ ജനറൽ സെക്രട്ടറിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതേ സംഘടനയിലെ എക്സിക്യൂട്ടീവിലെ അംഗമായ അൻസിബ ഹസൻ അതിനുശേഷം ഒരു വെളിപ്പെടുത്തൽ നടത്തി, അവർക്ക് ഇതുപോലെയുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അമ്മ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ WCC എങ്ങനെ കാണുന്നു? എനിക്ക് ഈ പറഞ്ഞ ചോദ്യത്തിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. അവസരം ഉണ്ടാകുമോ? പറഞ്ഞോട്ടെ. ഉറപ്പായും പറയൂ. ഓക്കെ. അതായത് WCC ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, ഇപ്പോഴത്തെ സാഹചര്യത്തിനെ. ജസ്റ്റിസ് ഹേമ, അതുപോലെ ശ്രീമതി ശാരദ, വത്സലകുമാരി IAS, ഇവർ 3 പേരും സ്ത്രീകളെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു കമ്മിറ്റിയായിട്ട് രൂപപ്പെടുത്തിയത് സർക്കാർ, അന്നത്തെ സർക്കാർ. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വലിയൊരു കാൽവെപ്പായിട്ടാണ് തോന്നിയത്. അതിപ്പോൾ മുഴുവൻ സമൂഹത്തിനും മനസ്സിലായിട്ടുണ്ടാവും ആ കാൽവെപ്പ് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനമാകുന്നതെന്ന്. കാരണം ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും പലപ്പോഴും വളരെ നല്ല ഉദ്ദേശത്തിൽ ചെയ്താൽ പോലും അത് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന്, ഫ്രം ദ പെർസ്പെക്റ്റീവ്, ഫ്രം ദ ഐ ഓഫ് എ വുമൺ, ഫ്രം എ ജെൻഡർ ലെൻസ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ പറയുന്ന കാര്യങ്ങൾ പലതും പലപ്പോഴും ചില ഏരിയയിലൊക്കെ ശരിവെക്കപ്പെട്ടെങ്കിലും അത് യാതൊരു രീതിയിലും ഒതൻറ്റിക്കേറ്റ് ചെയ്യപ്പെട്ടില്ല. അതായത് ഇതിന് ആധികാരിക സ്വഭാവമുണ്ടെന്ന് ജനറൽ പബ്ലിക്കിന് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടിയില്ല. ഇന്നിപ്പം നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു വലിയ സല്യൂട്ട് ചെയ്തുകൊണ്ട് പറയാണ്, ഈ കാര്യത്തിലൂടെ നടന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഒതൻറ്റിക്കേഷനാണ്. അപ്പോൾ ഈ ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ എഴുതിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. അത് വീണ്ടും വീണ്ടും അടിവരയിടേണ്ട ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളെല്ലാവരും എല്ലാ പേജുകളും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 100ാമത്തെ പേജിനൊക്കെ ശേഷം വളരെ ഷാർപ്പായിട്ട് കൃത്യമായിട്ട് അടിവരയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റിസ് ഹേമ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം വരുന്നവരൊക്കെ, ഇപ്പോൾ ശാരദ മാഡം ആകെ കുറച്ച് പേജുകൾ എഴുതിയിട്ടുള്ളൂ, പക്ഷേ അതിനുശേഷം വത്സലകുമാരി മാഡത്തിൻ്റെ കമൻറ്റ് പ്രത്യേകിച്ചും നമ്മൾ ആലോചിക്കേണ്ടത്, അത് ഒരു ജസ്റ്റിസും ഒരു IAS ഉദ്യോഗസ്ഥയും ഇവിടെ മലയാളം സിനിമയിൽ ഉണ്ടായിരുന്ന, വളരെ നാളുണ്ടായിരുന്ന, വളരെ ലബ്ധപ്രതിഷ്ഠ നേടിയിട്ടുള്ള ഒരു നടിയും ചേർന്ന് എഴുതിയിട്ടുള്ള ദാറ്റ് കോമ്പിനേഷൻ ഇസ് എക്സലൻറ്റ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ്റിന് തന്നെയാണ് ക്രെഡിറ്റ് മുഴുവൻ പോകുന്നത്. പക്ഷേ അപ്പോൾ ഈ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ അത് എന്തുകൊണ്ട് അതിൻ്റെ ആധികാരികതയിൽ, ഇത്രയും ആധികാരികമായി പറഞ്ഞ കാര്യങ്ങൾ ആധികാരികതയിൽ തന്നെ അബ്സോർബ് ചെയ്യപ്പെടേണ്ടതാണ്. അപ്പോൾ ഞാൻ ഈ 100ാമത്തെ പേജിൻ്റെ കാര്യമൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാര്യമുണ്ടല്ലോ, ഈ AMMA, ഫെഫ്ക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വന്ന് കഴിയുമ്പോൾ അത് സർക്കാർ ഉണ്ടാക്കിയ റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഈ എല്ലാ ഓർഗനൈസേഷൻസും അവർ മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. WCCയെ സംബന്ധിച്ച് ഇതിനൊന്നും പ്രത്യേകമായ കമൻറ്റുകളൊന്നും പറയേണ്ട ആവശ്യമില്ല ഗോപികൃഷ്ണൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ഇതിനെയൊക്കെ മറികടക്കുന്ന, കേരളത്തിൻ്റെ ജെൻഡർ സ്റ്റാറ്റസ് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയ റെവല്യൂഷണറി മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ മൊമെന്റിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് താങ്കൾ പറഞ്ഞ ഈ ഒരു ഭാഗത്തിന്റെ ഒരു വലിയ ശതമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഒരു ഗവൺമെൻറ് ഇതുപോലൊരു കമ്മിറ്റി വെച്ച്, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇതുപോലൊരു കമ്മിറ്റി ഉണ്ടാകുന്നു, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നു, അതിനുശേഷം ആ കമ്മിറ്റിയിലെ റെക്കമെൻഡേഷൻസ് വരുന്നു, എവറിത്തിങ് ഈസ് ഫൈൻ, ഇറ്റ്സ് ഗുഡ്. പക്ഷേ നമ്മൾ നടുക്കിയ വിവരങ്ങൾ എന്താണ്? ഈ കാലം അത്രയും ഈ വ്യവസായത്തിനകത്ത് സ്ത്രീകൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലെ ക്രിമിനൽ സ്വഭാവമുള്ള
പെരുമാറ്റ രീതികൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവർ ജീവിക്കുന്ന മൊഴികളാണ് ഈ കമ്മിറ്റിക്ക് മുൻപാകെ നൽകിയത്, തെളിവുകൾ സഹിതം. അപ്പോൾ താങ്കൾ പറഞ്ഞ വളരെ കാര്യക്ഷമതയോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറിയ ഒരു സർക്കാർ ഈ 4.5 വർഷം റിപ്പോർട്ട് വെളിച്ചം കാണാതെ നിർത്തിയതിനും അതിലൂടെ അന്നേ നടപ്പാക്കേണ്ടിയിരുന്ന ഈ പരിഷ്കരണ നടപടികളും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് നേരിട്ട ലൈംഗിക അതിക്രമം സംബന്ധിച്ച കാര്യങ്ങളിലെ നിയമ നടപടികളും ഇത്രയധികം വൈകിച്ചതിനെയും WCC എങ്ങനെ കാണുന്നുവെന്നാണ്. ബിക്കോസ് ആ കോസിന് പിന്നിൽ പ്രവർത്തിച്ചത് WCC ആണ്. പക്ഷെ വളരെ നടുക്കുന്ന ഈ വിവരങ്ങളൊക്കെ വരുമ്പോൾ നിയമ നടപടി വേണം, സർക്കാർ ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് ആർജവത്തോടെ പറയാൻ WCCയെ കാണുന്നുമില്ല. അങ്ങനെ കാണാതിരിക്കുന്നില്ല. അത് ഒരു തരത്തിൽ പറഞ്ഞൊരു ഷോർട്ട് സൈറ്റഡ്നെസ് ആണ് ഗോപികൃഷ്ണൻ. കാരണം എന്താണെന്ന് വെച്ചാൽ WCC ഇതിനും ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് പറയുന്നത്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് വൺ പോയിന്റ്. അതായത് നമുക്കറിയാം കേരളത്തിൽ നടന്നിട്ടുള്ള റേപ്പ് കേസുകളുടെ അവസ്ഥ, കേരളത്തിൽ നടന്നിട്ടുള്ള അതായത് നടിമാരൊന്നുമല്ല, അല്ലാതെ സാധാരണ പാവപ്പെട്ട സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ട് നമുക്ക് വളരെ അറിയപ്പെടുന്ന കേസുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എപ്പോഴും നീതിന്യായ സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്നും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരമായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഗോപികൃഷ്ണൻ, അല്ലേ? പവറാണ് നമ്മൾ സംസാരിക്കുന്നത്, പവറിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിലുള്ളവരായാലും അതിന് പുറത്തുള്ളവരായാലും സിനിമ മേഖലയിലുള്ളവരായാലും നമ്മൾ സിനിമ മേഖലയിലുള്ള പുരുഷന്മാരെക്കുറിച്ച് എത്രയോ പറഞ്ഞു കഴിഞ്ഞു. എനിക്കറിയാം ഗോപികൃഷ്ണനൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ AMMAയുമായിട്ട് WCCയിലെ അംഗങ്ങൾ നടത്തേണ്ടി വന്നിട്ടുള്ള ഒരു നമ്പർ ഓഫ് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു സുഹൃത്തെ. അത് തന്നെ ഇനി നമ്മളുടെ പ്രത്യാശ ഗവൺമെൻറ്റിലും അതുപോലെ ആ സിസ്റ്റമിക് ആയിട്ടുള്ള ചേഞ്ചിലുമാണെന്നാണ് നമ്മൾ നിരന്തരമായി പറയുന്നത്. അതെനിക്ക് മനസ്സിലായി ഡോക്ടർ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആ പ്രത്യാശയെ നിലനിർത്തുന്ന തരത്തിലാണോ സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന സമീപനം എന്നാണ്. മൈ ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ ആൻഡ് ഡയറക്റ്റ്. അത് തന്നെ ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പവറിലുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ദാറ്റ് ഈസ് വെരി ക്ലിയർ. ഇതുവരെ സാധിച്ചിട്ടില്ല, ഈ മൊമെന്റ് വരെ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളതിൽ ക്ലാരിറ്റി ഒരു കുറവുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ 5 വർഷം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പുറത്ത് ആർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ കത്തുകൾ എഴുതുന്നു, നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നു, നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രഷർ കൊടുക്കാമോ അതൊക്കെ കൊടുക്കുന്നു. ഇതെല്ലാതും ഇപ്പോ ഈ പറയുന്ന മനസ്സിലാവുന്നത്. യെസ്, ഒരു സംശയമില്ല. പക്ഷേ നമ്മൾ പറയുന്നത് നമുക്കുള്ള പ്രതീക്ഷ ഇതാണ്. കാരണം ഈ മാധ്യമങ്ങളും ജനങ്ങളും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ, കാരണം നമുക്കൊരു കാര്യം കൂടെ പറയേണ്ട ആവശ്യമുണ്ട്. ഈ പിന്നെ ഭരണ പക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഇപ്പോഴും എല്ലാവരും മിണ്ടുന്നുണ്ട്. പക്ഷേ ഇത് 5 വർഷമായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷത്തിന് പല കാര്യങ്ങൾ ചെയ്യാം, MLA-മാർക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ആകെ KK രമയോ അങ്ങനെ 2-3 പേര് മാത്രമേ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് പോലുമുള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നിയമനിർമ്മാണം ഇത് വളരെ അത്യാവശ്യമാണ്. ഗോപികൃഷ്ണൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇതിലിപ്പോ ഈ പറയുന്ന AMMA പോലെയുള്ള, അതായത് ഈ പറയുന്ന പേരുകളും അല്ലെങ്കിൽ പരാതിയിൽ എങ്ങനെ ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അതായത് മിനിമം വേജസ് പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളെ ഈ താരങ്ങളെ കുറിച്ചൊന്നുമല്ല, ബാക്കി ആൾക്കാരെ കുറിച്ചൊക്കെ ഇതിൽ വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. അതിൽ നിയമനിർമ്മാണം എത്ര നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് പോലും ആലോചിക്കേണ്ട അത്രയും കുഴക്കുന്ന പ്രശ്നങ്ങൾ ഈ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം നമ്മൾ ഈ ഇൻഡസ്ട്രിയെ ആരോഗ്യകരമാക്കാനാണോ ശ്രമിക്കുന്നത്? സർക്കാർ എന്തിനാണ് ശ്രമിക്കുന്നത്? ഇപ്പോഴെന്തിനാണ് ശ്രമിക്കുന്നത്? ഡോക്ടർ ആശ, താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന 1-2 കേസുകളല്ല, അതിനപ്പുറത്ത് വനിതകൾ ഈ വ്യവസായത്തിലാകെ നേരിടുന്ന വിവേചനങ്ങളെ സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. തുല്യവേതനം എന്ന ഒരു വളരെ ന്യായമായ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും അവർക്ക് കിട്ടുന്നില്ല, അവരുടെ സംരക്ഷണം ഉറപ്പാക്കപ്പെടുന്നില്ല എന്ന് തുടങ്ങി താങ്കൾ പറഞ്ഞത് സമഗ്രമായ സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തിൻ്റെ അതിലെ വലിയ കാഴ്ച നൽകുന്നതാണ് ഈ റിപ്പോർട്ടും അതിലെ നിർദ്ദേശങ്ങളുമൊക്കെ. എനിക്ക് അതിനകത്ത് ഒരു തർക്കവുമില്ല. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഗവൺമെൻറ് വളരെ പ്രൊയാക്റ്റീവായിട്ടും അതുപോലെ തന്നെ ജെൻഡർ സെൻട്രിക് ആയിട്ടുമൊക്കെ ഈ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതും പരിഹരിക്കേണ്ടതുമാണ്.
അതിലെനിക്ക് ഒരു തർക്കവുമില്ല. ഞാൻ വരാം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്കറിയാലോ ഈ ഓണക്കാലമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഈ എന്താ പറയുക ഇടവേളകൾ എന്നത് വളരെ പ്രധാനമായിട്ട് വേണ്ടതാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, അതോടൊപ്പം തന്നെ ശ്രീ റെജി ലൂക്കോസും എന്നോടൊപ്പം ഉണ്ട്. ക്ഷമിക്കണം, ഞാൻ അല്പം വൈകി നിങ്ങൾ രണ്ടുപേരിലേക്ക് വരാൻ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ റെജി ലൂക്കോസ്, സർക്കാരിന് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എന്ത് ആത്മാർത്ഥതയാണത്? ശ്രീ റെജി ലൂക്കോസ്, ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് കേസ് എടുക്കണമെങ്കിൽ പരാതിക്കാർ വേണം, പരാതി വേണമെന്നാണ്. ഒരു പരാതി അവിടെ നിന്ന് വന്നു, ബംഗാളിൽ നിന്ന്. ആ നടി ഉന്നയിച്ച ആരോപണത്തിൽ എന്ത് നീക്കമാണ് ഉണ്ടായത്? അവർ പറയുന്നത് അവർ വലിയ സാമ്പത്തിക പ്രയാസം നേരിടുകയാണ്. അത് സർക്കാരോ കമ്മീഷനോ അവരെ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ അവർ പരാതിയുമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ്. അതായത് ഇപ്പോൾ പേരുകൾ തുറന്നു പറയാൻ, അതായത് അവർക്ക് ഉണ്ടായ അനുഭവം പറഞ്ഞ ആ നടിക്ക് പോലും ഒരു പിന്തുണ കൊടുക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു നടിക്ക് മലയാള സിനിമയിൽ ഉണ്ടായ ദുരനുഭവം വിവരിച്ചപ്പോൾ അവർക്ക് പിന്തുണ നൽകാൻ പോലും, അവർക്കൊരു ഉറപ്പ് നൽകാൻ പോലും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പിന്നെയാണോ സർക്കാർ ഈ പരാതിക്കാർ മുന്നോട്ട് വരുമെന്നും അവർ പരാതിപ്പെട്ടിട്ട് നടപടിയെടുക്കാമെന്നൊക്കെ പറയുന്നത്? ഇത് കണ്ണിൽ പൊടിയിടലല്ലേ ശ്രീ റെജി ലൂക്കോസ്? അത് തെറ്റായ വായനയാണ്. 24 ചാനലാണ് ഇന്നലെ ഈ വിഷയം, ഈ സുലേഖ മിത്രയുടെ വിഷയം ഒരു എന്താ പറയാ ഒരു വാർത്തയായിട്ട് പുറത്തുവിട്ടു. അതിനുശേഷം മറ്റു മാധ്യമങ്ങളിൽ അവർ അഭിമുഖം കൊടുത്തു. അത് തീർച്ചയായിട്ടും 24 മണിക്കൂർ ആകുന്നേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ചോളം ഇന്നിപ്പം ബഹുമാനപ്പെട്ട മന്ത്രി സഞ്ജീറിയാൻ രാവിലെ പറഞ്ഞൊരു വാക്കാണ് ഇതിനെ വിമർശിക്കാൻ കാരണം. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സാങ്കേതികമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ മാത്രം അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അത് ഉടനെ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിലിട്ട് ഏത് വമ്പന്മാരാണെങ്കിലും പുറത്താക്കും, അല്ല നന്മശീലിക്കുന്നു പറഞ്ഞു. ഞാൻ മനസ്സിലാക്കി, ഞാൻ പോലും പ്രതികരിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞത്. ഒരു തർക്കമല്ല കാര്യത്തിൽ. രഞ്ജിത്തിനെ പുറത്താക്കണം എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, സർക്കാരിനെ സംബന്ധിച്ചോളം ആ നടിയോടൊപ്പമാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവുകളാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് സർക്കാർ നീങ്ങുന്നതായിട്ടാണ് എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ. അല്ല, അതിനുള്ള തെളിവല്ല. അദ്ദേഹത്തിന് ധാർമ്മികമായ ആ പദവിയിൽ തുടരാൻ കഴിയില്ല. അത് സർക്കാർ എടുത്ത വലിയ നടപടിയായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. സർക്കാർ എടുത്ത നടപടിക്ക് മോറൽ ഗ്രൗണ്ട് ഉണ്ടാകണമെങ്കിൽ ഈ ലൈംഗികാതിക്രമം നേരിട്ടു എന്ന് മൊഴി നൽകുകയും ഒരു കമ്മിറ്റി അതിൽ നടപടിയെടുക്കാമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തതിനകത്തൊരു തീരുമാനം ഉണ്ടാകണം. അതുണ്ടായിട്ടില്ല ശ്രീ റെജി ലൂക്കോസ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു ബംഗാളി നടി ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുകയും അവർ തന്നെ പറയുന്നു ഞങ്ങളുടെ സർക്കാരോ കമ്മീഷനോ എന്നെ പിന്തുണയ്ക്കുമെങ്കിൽ ഞാൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് ഞാനെന്ന്, കേരളത്തിലേക്ക് അടിക്കടി എനിക്ക് വരാൻ കഴിയില്ല എന്ന്. അങ്ങനെയുള്ള ഒരാളെ അവർ പറയുന്ന കാര്യങ്ങളിൽ പിന്തുണയ്ക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ലെങ്കിൽ അത് എന്ത് സന്ദേശമാണ് ഇരകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് നൽകുന്നത് കേരളത്തിൽ? പിന്നെ എത്ര വെളിപ്പെടുത്തലുകളാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്? എന്ത് നടപടി? ഗോപികൃഷ്ണൻ, ആ ബഹുമാനപ്പെട്ട നടിയോടൊപ്പമല്ല ഈ സർക്കാർ. നിങ്ങൾക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും? 24 മണിക്കൂർ കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഒരു രാത്രി തന്നെ മിനിറ്റ് കഴിഞ്ഞു. ഈ രഞ്ജിത്ത് പറയുന്ന നടന്ന ഒരു ധാർമ്മികമായ രീതിയിൽ ഒരു മിനിറ്റ് പോലും അതിനകത്ത് ഇരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ രാജി സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഇല്ലേ അദ്ദേഹത്തെ പുറത്താക്കാതെ രാജിവെച്ച് ഒഴിയണം തന്നെയാണ് ഗവൺമെന്റ് നിലപാട്. ആരെല്ലാം പ്രതികരിച്ചിട്ടുണ്ട്? വനിതാ കമ്മീഷൻ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നില്ലേ? 2 വനിതാ മന്ത്രിമാര് അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നില്ലേ? വൃന്ദാക്കാരുടെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും കേരളത്തിലെ സിനിമാ താരങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഒരു പരാതി പോലും നൽകാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് പ്രതികരിച്ചില്ലേ? എല്ലാ രീതിയിലുള്ളവരും പ്രതികരിച്ചു കഴിഞ്ഞു. ഗവൺമെന്റിന് ചില സാങ്കേതികമായ പ്രശ്നമുണ്ട്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പുറത്താക്കിയിരിക്കുന്ന നടിയോടൊപ്പമാണ് ഗവൺമെന്റ്. ഞാൻ കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ ഗോപികൃഷ്ണനോട്, നിങ്ങളിപ്പം ഗവൺമെന്റ് ഈ ചിത്രീകരിച്ചല്ലോ, ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ സർക്കാരിന് പ്രതിബദ്ധത ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാവുമായിരുന്നു. ബഹുമാനപ്പെട്ട WCC അംഗത്തിന്റെ അവരുൾപ്പെടെയുള്ളവരുടെ ഒരു പരാതി സർക്കാരിന് കൊടുത്തപ്പോൾ സർക്കാർ പരിണിതപ്രജ്ഞരായിട്ടുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള 3 പേരെ 3 മേഖലയിൽ നിന്നും, ഒന്ന് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി, കേരള ആദരവോടുകൂടി ഒരുപക്ഷെ ഈ രാജ്യം വരെ ആദരവോട് കാണുന്ന ഷാരദ എന്ന് പറയുന്ന മുതിർന്ന നടി, അവർ വർഷകുമാരി IAS, ഈ 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഡൈനാമിക് ആയിട്ടുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയെ ഫോം ചെയ്താണ് ഈ സർക്കാർ പ്രതിബദ്ധത കാണിച്ചത്. മറ്റൊരു പ്രത്യേകത പറയാം, ഇതേ WCCയുടെ പരാതിയും അത് ഉൾപ്പെടെ കൂടാതെ തന്നെ ഒരു പരാതി, ഒരു നടിയിൽ നിന്ന് പീഡനത്തിനെതിരെ ഒരു ഇര മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്ത് ഉടൻ തന്നെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നടനെ പിടിച്ച് ജയിലിലിട്ടില്ലേ 3.5 മാസക്കാലത്തും ഈ സർക്കാർ? അപ്പൊ ഈ ഗവൺമെന്റ് ഇച്ഛാശക്തി നിങ്ങൾ ഇതിനെ കുറ്റപ്പെടുത്തുന്നത്. ഇനി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ പരാതി കൊണ്ട് 4 വർഷക്കാലം അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. അതിന് നിയമതടസ്സം ഉണ്ടായിരുന്നു. അത് ആദ്യം മനസ്സിലാക്കുക. വിൻസെന്റ് പോൾ എന്ന് പറയുന്ന അന്നത്തെ വിവരാവകാശ കമ്മീഷൻ ഇത് സ്റ്റേ ചെയ്തു. അന്ന് ജുഡീഷ്യൽ പവർ ഉണ്ടായിരുന്നു ഈ വിവരാവകാശ കമ്മീഷണർ. അതിനുശേഷം അത് കോടതിയിലേക്ക് പോയി. ഈ അന്നും സർക്കാർ പറഞ്ഞു ഞങ്ങൾക്കിത് പുറത്തുവിടുന്നതിൽ യാതൊരു തെറ്റുമില്ല, യാതൊരു മടിയുമില്ല. വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെടാത്ത 49 മുതൽ 53 വരെയുള്ള പേജുകൾ എന്തിനു മാറ്റി ശ്രീ റെജി ലൂക്കോസ്? അല്ല, അതിലേക്ക് ഞാൻ വരുന്നു ഗോപികൃഷ്ണൻ. അതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
അത് സർക്കാർ കൃത്യമായ രീതിയിലുള്ള മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഉത്തരവാദി ആ റിപ്പോർട്ട് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള പിഴവാണ്. അത് ഉന്നത നിലയിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർ കൊടുത്തു പറഞ്ഞു, അത് റിലീസ് ചെയ്യാന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുള്ള പിഴവാണ്. അതെങ്ങനെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? എങ്ങനെയാ മന്ത്രിയെ കുറ്റപ്പെടുത്താൻ പറ്റുന്നത്? ഇത്രയ്ക്ക് ഉറച്ച നിലപാടെടുത്ത ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒറ്റ കാര്യം ഒരു വനിതാ അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ കാണിച്ച ആർജവത്തെ ഒന്നും നമ്മൾ വില കുറച്ച് കണ്ടിട്ടേയില്ല ശ്രീ റെജി ലൂക്കോസ്. മാത്രമല്ല അങ്ങനെ ഈ സർക്കാർ ചെയ്തു എന്നതൊരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നതും പരിഗണിക്കുന്നത്. ഒരു തർക്കവും അതിനകത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് 48-ാം പേജിലെ 96-ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, കമ്മിറ്റി പറയുകയാണ്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ ഉന്നതരായിട്ടുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നു. അത് അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. അതിന് പാകപ്പെട്ടിട്ടുള്ള തെളിവുകളും മൊഴികളും ഒക്കെ ഞങ്ങളുടെ കൈവശമുണ്ടെന്ന്. ഇത്രയും ക്ലാരിറ്റിയിലുള്ള ഒരു പരാമർശം അതിനകത്തുണ്ടായിട്ടും പിന്നെയും ഇവർ തന്നെ മൊഴി നൽകണം, ഇവർ പരാതിപ്പെടണം, എങ്കിലേ ഞങ്ങൾ ഈ ക്രിമിനൽ നടപടികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാരിന് കഴിയൂ എന്ന നിലപാട്, അതിനെ എങ്ങനെ വിശദീകരിക്കും? എന്ത് ന്യായം? അല്ല, ഗോപീഷ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ ഈ ഒരൊറ്റ പോയിന്റ് എടുത്തിട്ടാണ് ഈ സർക്കാരിനെ ആക്ഷേപിക്കുന്നത്. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അങ്ങനെ മുഴുവൻ വായിച്ചാലും ഞാനും ഇത് പുറത്തു വന്ന ഒരു PDF എനിക്ക് വേണ്ടി ഞാനും ഇത് വായിച്ചതാ. ഈ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല. കൂടാതെ ഇതിന് പരാതി കൊടുത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട നടികൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ പേരോ ഞങ്ങൾ തന്ന മൊഴിയോ ഒരു കാരണവശാലും പുറത്തു കൊടുക്കണ്ട. അവരുടെ സ്വകാര്യത നിലനിർത്തിക്കൊണ്ടതിന് വേട്ടക്കാരുടെ പേരുകൾ പുറത്തു വന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നടപടികളുമായി മുന്നോട്ട് പോകാം. ഇനി ഒരു കാര്യം കൂടി, ഒരൊറ്റ പരാതിക്കാരി ഉണ്ടായാൽ മതി, ഈ മൊഴിപ്പകർപ്പ് മുഴുവൻ കോടതിയിൽ നിന്ന് അവർക്ക് കിട്ടും. നിങ്ങൾ സ്വകാര്യതാ സംരക്ഷണത്തിന്റെ പേരിൽ മാറ്റി വെച്ചിരിക്കുന്ന ഈ മുഴുവൻ വിവരങ്ങളും. യു നോ ദാറ്റ് ബെറ്റർ ദാൻ മീ. ഇല്ല, കിട്ടില്ലേ ശ്രീ രാഹുൽ? അങ്ങനെയല്ല ഗോപീഷ് എത്ര നല്ല നിയമപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാ. അങ്ങനെ പറയരുത്, അങ്ങനെ പറഞ്ഞ തെറ്റാ. അതിന് ഈ ഗവൺമെന്റ് ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല. ഞാൻ സത്യത്തിൽ WCC എന്ന് പറഞ്ഞ സെക്രട്ടറി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുക. ഇന്ന് മലയാള സിനിമയിൽ പരിവർത്തനം അത്യാവശ്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ അനുവദിക്കണം, മലയാള ഞാൻ വരാം. പരാതിക്കാർക്ക് മൊഴിപ്പകർപ്പ് കിട്ടില്ലേ കോടതിയിൽ പോയാൽ? ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ദയവായിട്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. BBC വരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഈ റിപ്പോർട്ടിനെ കുറിച്ച്. BBC വരെ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ഗോപീഷ് കണ്ടു കാണുന്ന ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾ തെറ്റുകാരാണ്, അവരെല്ലാവരും അസന്മാർഗികളാണെന്നുള്ളൊരു വ്യാഖ്യാനം ഇതിലൂടെ പുറത്തുവിടരുത്. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ പാഷൻ കൊണ്ട് ഒരു അങ്ങനെ ഒരു വ്യാഖ്യാനത്തിന് ഇടം നൽകുന്നത് സർക്കാരിന്റെ നിലപാടാണ് ശ്രീ റെജി ലൂക്കോസ്. ഇവിടെ ആരാ പറഞ്ഞത് മലയാള സിനിമയിലെ മുഴുവൻ ആളുകളും കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ മുഴുവൻ ആളുകളും ഇതുപോലെ ഏതെങ്കിലും ഒരു പീഡനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിനാ പീഡകരാണെന്നൊന്നും ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുന്നത് ആരാണ്? സർക്കാർ ഇതിനകത്തൊരു സ്റ്റാൻഡ് എടുക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾക്കുള്ള സ്പേസ് ഉണ്ടാകുന്നത്. അത് തെറ്റാണ്. കാരണം ഗോപീഷ് എന്നേക്കാൾ അറിയാം, ഗോപീഷ് അറിയാമല്ലോ അതിന് നിയമ തടസ്സങ്ങൾ എന്നതാണ്. അത് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായപ്പോൾ ഒരു നടി പോയിരിക്കുന്നു, ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. വേറെ ആരും രഞ്ജിനി നടി ഇങ്ങനെയുള്ള സാങ്കേതികമായ കാര്യങ്ങളിലൂടെ തടസ്സപ്പെടുത്തിയതല്ലാതെ. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഈ ഘട്ടം 10-ാം തീയതി ഹൈക്കോടതി ഇത് മുഴുവൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 10-ാം തീയതി ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ പറഞ്ഞു തീർച്ചയായിട്ടും സർക്കാർ സീൽഡ് കവറിൽ അത് കൊടുക്കാൻ പോവാണ്. അന്ന് ഇത് വെളിയിൽ വരുന്നത് വെയിറ്റ് ചെയ്യും. കോടതി ആവശ്യപ്പെട്ടാൽ അത് കൊടുത്തേ പറ്റൂ. ഞാൻ വരുന്നത് ശ്രീ റെജി ലൂക്കോസ്, ഒരൊറ്റ ഇടവേള കഴിഞ്ഞാൽ എനിക്ക് ഇനി രാഹുൽ ഈശ്വറിന് പറയാനുള്ളതാണ്, കേൾക്കാനുള്ളത്. അതാ വരുന്നു. രാഹുൽ ഈശ്വർ, എന്താണ് പറയാനുള്ളത്? രണ്ട് കാര്യങ്ങൾ ശ്രീ ഗോപികൃഷ്ണൻ. ഒന്ന്, ആദ്യം തന്നെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞൊരു കാര്യത്തെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ദിലീപിനെ ഈ സർക്കാരാണ് ജയിലിൽ പിടിച്ചിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനടക്കമുള്ളവർ ആദ്യം മുതലേ പറയുന്നത് ശ്രീ ദിലീപിനെ ജയിലിലിട്ടത് ഒരു രാഷ്ട്രീയ തീരുമാനമാണ്, നിയമപരമായ തീരുമാനമല്ല. അതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്, അതൊരു ലീഗൽ ഡിസിഷൻ അല്ല. സമാനമായ രീതിയിലെ പൊളിറ്റിക്കൽ ഡിസിഷൻസ് കയ്യടിക്ക് വേണ്ടിയും മാധ്യമങ്ങളെ കാണിക്കാനും ഒരുപാട് പേർ ഇനിയും എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സുപ്രീം കോടതി അടക്കം ഇന്ത്യയിൽ ഒരു നിയമ സംവിധാനം നിലവിലുണ്ട്. 1977-88 കർണാടക കമ്മീഷൻ ഓഫ് എൻക്വയറി കേസ്, കിരൺ ബേദി കേസിലടക്കം സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു കമ്മീഷൻ പോലും, കമ്മിറ്റി പോലും അല്ല, ഒരു കമ്മീഷൻ, വിപുലമായ അധികാരങ്ങളുള്ള കമ്മീഷൻ പോലും ഒരാൾക്കെതിരെയുള്ള മൊഴികൾ വെളിയിൽ വിടണമെങ്കിൽ അയാളുടെ ഭാഗം കൂടി കേട്ടിരിക്കണം. ഇല്ലെങ്കിൽ അത് ഒരു കാരണവശാലും വെളിയിൽ വിടാൻ പറ്റില്ല. ഉദാഹരണം, രാഹുൽ ഈശ്വറിനെതിരെയോ ഗോപികൃഷ്ണനെതിരെയോ റെജി ലൂക്കോസ്ജിക്കെതിരെയോ ഇതേപോലെ ഒരു റിപ്പോർട്ടിൽ പേരുണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ ഭാഗം കേട്ടിട്ടില്ല. അപ്പൊ നാച്ചുറൽ ജസ്റ്റിസിനെ ലംഘിച്ചുകൊണ്ട്, സുപ്രീം കോടതിയുടെ വിധികളെ ലംഘിച്ചുകൊണ്ട് ആരെന്ത് പരാതി കൊടുത്താലും ഇത്തരം റിപ്പോർട്ടുകൾ വെളിയിൽ വരാൻ പോകുന്നില്ല. അവിടെയാണ് സീരിയസ് ആയ കേസുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ. ഇവിടെ 2 റിക്വസ്റ്റേ ഉള്ളൂ.
ഒരു ബാലൻസ് വേണം, ഒരു സന്തുലനം വേണം. WCCയോട് എന്നും ആശയപരമായ എതിർപ്പുള്ള വ്യക്തിയാണ് ഞാൻ. അവരുടെ ഫെമിനിസ്റ്റ് നിലപാടുകളോട് പൂർണ്ണമായും വിയോജിപ്പാണ്. എന്നാൽ വളരെ സംയമനത്തോടെയും സമവായത്തോടെയും കൂടിയാണ് WCC പല കാര്യങ്ങളിലും പ്രതികരിച്ചത്. ഇന്നേ വരെ പോരാടിയ WCCയും രേവതിയും ഭാഗ്യലക്ഷ്മിയും അടക്കമുള്ളവരെക്കാൾ കൂടുതൽ വലിയ സ്ത്രീപക്ഷവാദികളാണ് ഞങ്ങളെന്ന് ഭാവിക്കുന്ന ചിലരാണ് ഇപ്പോൾ ഈ ഫൈറ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സിനിമാ മേഖലയെ നന്നാക്കാൻ വേണ്ടിയാണ് ഈ റിപ്പോർട്ട്, ചത്തകുഞ്ഞിന്റെ ജാതകം നോക്കാനല്ല, പുതിയൊരു യുഗപ്പിറവിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഇനിയും പുതിയ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം? ഒരു കോൺക്ലേവ് വേണം, സിനിമാ നയം വേണം, സിനിമാ നിയമം വേണം, പുതിയ നിലപാടുകൾ വേണം, നടപടികൾ വേണം. അങ്ങനെ ഒരു പോസിറ്റീവ് ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഭാവി ഓറിയന്റഡ് ആയ പോസിറ്റീവായ നിലപാടുകൾ എടുക്കുന്നതിന് പകരം വ്യക്തിവിരോധങ്ങൾ തീർക്കാനും മറ്റും ഈ റിപ്പോർട്ട് പലരും ഉപയോഗിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. ഒരു വരി കൂടെ പറയാം. ഇപ്പൊ ശ്രീ രഞ്ജിത്ത് എന്ന് പറയുന്ന അതുല്യമായ കലാകാരനെതിരെ ഒരു ആരോപണം ഉയർന്നു. നാളെ എനിക്കെതിരെ രാഹുൽ ഈശ്വറിനെതിരെ ഉയർന്നാലോ, ശ്രീ ഗോപികൃഷ്ണനും ശ്രീ റെജി ലൂക്കോസിനെതിരെ ഉയർന്നാലോ നമ്മൾ ഉടനെ മോശക്കാരായോ? നമ്മൾ ഉടനെ റേപ്പിസ്റ്റുകളായോ? നമ്മൾ ഉടനെ പീഡകരായോ? ശ്രീ സജി ചെറിയാൻ ചെയ്തതുപോലെ അത് അന്വേഷിക്കണ്ടേ? അത് ശരിയോ തെറ്റോ എന്ന് പറയണ്ടേ? ഇന്ന് 0 FIR ഇടാമല്ലോ. ബംഗാളിൽ ഈ സ്ത്രീക്ക് 0 FIR എന്തുകൊണ്ട് ഇട്ടുകൂടാ? ഇന്ത്യയിൽ എവിടെയും ലളിതാകുമാരി കേസിന് ശേഷം 0 FIR ഇടാം. ഇവര് ബംഗാളിൽ നിന്ന് പരാതി കൊടുത്താൽ മതി. പക്ഷെ പരാതി പോലും ഇല്ലാതെ രഞ്ജിത്ത് മാപ്പ് പറയണം, രഞ്ജിത്ത് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്നത് അമിതാധികാര പ്രവണതയാണ്. നാളെ ഇത് ഗോപികൃഷ്ണനെതിരെയും രാഹുൽ ഈശ്വറിനെതിരെയും റെജി ലൂക്കോസിനെതിരെയും നമ്മുടെ നാട്ടിൽ ഏതൊരു പുരുഷനെതിരെയും വരാം. അങ്ങനെ ഒരു പ്രൊഡ്യൂസറും ഡയറക്ടറും ഈ കഴിഞ്ഞ 6 മാസങ്ങൾക്കുള്ളിൽ കോടതിയിൽ അവർക്കെതിരെ വ്യാജ കേസുകൾ വന്നു. കോടതി ഇവർക്ക് പൂർണ്ണമായും ജാമ്യം അനുവദിക്കുകയും കൺസെന്റോട് കൂടിയുള്ള റിലേഷൻഷിപ്പ് 6 മാസത്തിന് ശേഷം എന്നെ പീഡിപ്പിച്ചതാണ് ഈ കുട്ടികൾ ചെയ്തതെന്ന് പറയുകയും ചെയ്തു. ആരുടെയാണ് കാര്യം അറിയാമല്ലോ, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ വ്യാജ കേസുകൾ ഉണ്ടാകുന്ന സ്പേസ് ആയിരുന്നു. ഒരു വരി കൂടെ പറഞ്ഞു നിർത്താം. അങ്ങനെ വ്യാജ കേസിന്റെ ഏറ്റവും വലിയ ഇരയാണ് നമ്മുടെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. സരിത എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത കള്ള പരാതിയിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ എത്രമാത്രം താറടിച്ചു. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഉമ്മൻചാണ്ടിയുടെ മോൻ ചാണ്ടി ഉമ്മൻ ഇന്ന് പക്വതയോടെ, പല കോൺഗ്രസ്സുകാരും ഈ വിഷയം CPM-നെ അടിക്കാൻ ഒരു വടിയായിട്ട് എടുക്കുകയാണ്. പക്ഷെ ചാണ്ടി ഉമ്മൻ പക്വതയോടുകൂടി പറഞ്ഞത് സിനിമാ മേഖലയെ കരിവാരി തേക്കരുത്. ആരെയും കരിവാരി തേക്കാം. നാളെ ചാണ്ടി ഉമ്മനെയും രാഹുൽ ഈശ്വറിനെയും ഗോപികൃഷ്ണനെയും അല്ലെങ്കിൽ വേറെ രജി ലൂക്കോ സാറിനെ അടക്കം ആരെയും കരിവാരി തേക്കാം. കുറച്ചുകൂടെ അവധാനതയോടെ ബാലൻസോട് കൂടി സമവായവും അങ്ങനെയാണെങ്കിൽ രാഹുൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ ഏൽപ്പിച്ച ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ വെച്ച് ഈ കാര്യങ്ങൾ പരിശോധിക്കാമല്ലോ ഗവൺമെന്റിന്. അവിടെയാണ് സാർ ഈ പേരുകൾ പുറത്തു വരികയല്ലോ. ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താ? കോടതി ഉത്തരവിന് വെയിറ്റ് ചെയ്യുക. കോടതി എന്താ പറയുന്നത്? ഇതിൽ കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ജസ്റ്റിസ് ഹേമ വലിയൊരു നിയമ പണ്ഡിതയല്ലേ? കോഗ്നൈസബിൾ ഒഫൻസോ സീരിയസ് ഒഫൻസോ ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് ഹേമ തന്നെ പോലീസിന് റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അപ്പൊ അവിടെയാണ് ഇത് സങ്കീർണമായ ഒരു മേഖലയാണ്. തൊടുവാദങ്ങൾ പറയാനും മറ്റുമല്ല. നമുക്ക് എല്ലാം അറിയാം, ചൂഷണങ്ങൾ, എക്സ്പ്ലോയിറ്റേഷനും നടക്കുന്നുണ്ട്. പക്ഷെ WCCയെ കാട്ടി വലിയ പോരാളികളാണ് നമ്മളെന്ന് പറഞ്ഞ് ഇപ്പം പലരും വരുന്നത് പിണറായി സർക്കാരിനെ അടിക്കാനുള്ള വഴിയായിട്ടാണ്. വേണമെങ്കിൽ എനിക്ക് ഈ അവസരം മുതലെടുത്ത് ഈസി ആയിട്ട് പറയാം, പിണറായി സർക്കാർ ശബരിമല എടുത്തു ചാടി, പക്ഷെ സിനിമയ്ക്ക് മുമ്പിൽ മുട്ടുറക്കിയാണ്. മട്ടാഞ്ചേരി മാഫിയെ കണ്ടപ്പോൾ പിണറായി സർക്കാർ പകച്ചുപോയി എന്ന് പറയാം. പക്ഷെ അത് പറയാത്തത് മാന്യതയും ധാർമ്മികതയും നമുക്ക് വേണം. സിനിമാ രംഗം നന്നാവണം. ഇതൊരു അതായത് ശ്രീലേഖ മിത്രയും ജുബിത ആണ്ടിയും ഉഷാ ഹസീനയും സോണിയ തിലകനും അൻസിബ ഹസനും ഒക്കെ പറഞ്ഞ ഈ അവരുടെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങളെ രാഹുൽ ഒരു ശരിയായ മതിയായ അന്വേഷണത്തിലൂടെ മാത്രം നമ്മൾ പരിഗണിച്ച് വിശ്വസിക്കേണ്ടതാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ബഹുമാനത്തോടെ എടുക്കണം, വളരെ ബഹുമാനത്തോടെ എടുക്കണം. ശ്രീ സിദ്ദിഖ് പറഞ്ഞതുപോലെ മനോഹരമായി നമ്മുടെ എല്ലാ മഹാനടൻ തിലകന്റെ മകൾ പറഞ്ഞു. ഇനി മനോഹരമായ വാക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വളരെ കാര്യമാത്ര പ്രസക്തമായി പറഞ്ഞു. പക്ഷെ ഒരു പരാതി കിട്ടാതെ ആർക്കെതിരെ കേസെടുക്കാനാണ്? ആ പരാതി ആർക്കെതിരെ? ഇതൊന്നും ഇല്ലാതെ കാണിച്ചു വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആകുക, ഭാവി ഓറിയന്റഡ് ആകുക, സൊല്യൂഷൻ സെൻട്രിക് ആകുക. ഒരു സൊല്യൂഷന് വേണ്ടിയുള്ള പ്രയത്നമായിരിക്കണം നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ കോൺക്ലേവ് നടക്കണം, സിനിമാ നയം വരണം, സിനിമാ നിയമം വരണം, ദയവായി ഭാവി ഓറിയന്റഡ് ആകണം. ചത്തകുഞ്ഞിന്റെ ജാതകം നോക്കി പഴയ കാലത്തെ വിഴുപ്പലക്കുകയാണെങ്കിൽ അടികൂടി നിൽക്കുകയുള്ളൂ, 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ശരി, ഏതായാലും സിനിമാ മേഖലയിലെ ഈ പുതിയ വെളിപ്പെടുത്തലുകളും അതിനോടുള്ള സർക്കാരിന്റെ സമീപനവും ഇനി കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകാൻ പോകുന്നു. കോൺക്ലേവുകൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണോ സിനിമാ മേഖലയിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്ന ചോദ്യം സർക്കാരിന് മുന്നിൽ നിൽക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി